Hi guys, welcome to this video. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് സൈക്കിൾ എന്താണെന്നാണ്. അക്കൗണ്ടിങ് സൈക്കിൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് അക്കൗണ്ടിങ് സൈക്കിളിലെ ക്ലാസ്. അക്കൗണ്ടിങ് സൈക്കിളിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് ഫ്ലോ ആവുന്നത്. പല പാർട്ടായിട്ടാണ് ഇൻഫർമേഷൻസ് ഫ്ലോ ആയി വരുന്നത്. സോ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഫിനാൻസ് എന്ന് വെച്ചാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ബ്ലഡാണ്, ബ്ലഡ് ഓഫ് ദി ബിസിനസ് എന്ന് പറയാം. ഫിനാൻസ് ഇസ് ദ ബ്ലഡ് ഓഫ് ദി ബിസിനസ്. ദെൻ അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഒരാൾക്ക് ബ്ലഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല അല്ലേ. ബ്ലഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫിനാൻസ് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരാൻ നേരത്ത്. ഇനി അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയാം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ നേരം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? ടു അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ വർക്ക്സ്. നമുക്ക് ലാംഗ്വേജ് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം നമുക്കിപ്പോൾ അറിയാമല്ലോ. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള വേർഡ്സും സെൻറ്റൻസ് ഫ്രെയിമിംഗ് ഒക്കെ പഠിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു രീതി. പിന്നെ ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ്. അപ്പം ഒരു അക്കൗണ്ടിങ് എന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ ചില തന്നെ റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് കൺസ്ട്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയാണ്, അല്ലെ ലിമിറ്റ് ചെയ്തിട്ട് യൂണിഫോമിറ്റി കറക്റ്റായിട്ടും കൺസിസ്റ്റൻസിയും ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റൂൾസൊക്കെ കൊണ്ടുവരുന്നത്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജേണലിൽ കൂടിയാണ്. ജേണൽ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ജേണലിനെ കുറിച്ചിട്ടുള്ള എൻട്രീസ് ഞാൻ ഓരോ എൻട്രീസ് ക്ലാസ് ആക്കിയിട്ട് ഈ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയി വാച്ച് ചെയ്യാവുന്നതാണ്. ജേണലാണ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ തിങ്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജേണലിൽ നിന്നാണ്. ജേണലിൽ നിന്ന് പിന്നെ ലെഡ്ജറിലേക്ക് ഇൻഫർമേഷൻ ഫോളോ ആവണം. പിന്നെ ട്രയൽ ബാലൻസ്, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഇൻഫർമേഷൻ എങ്ങനെ ഫ്ലോ ആവുന്നതെന്നാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ജേണലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ജേണലിൽ നിന്ന് ഇൻഫർമേഷൻ ലെഡ്ജറിലേക്ക് വരും, ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസിലേക്ക് വരും, ട്രയൽ ബാലൻസിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും, ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ബാലൻസും ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ വരും. ഇനി ജേണൽ എന്താണെന്ന് നോക്കാം. ജേണൽ എന്ന് പറയുമ്പം ദ ബുക്ക് ഓർ ഒറിജിനൽ എൻട്രി ഓർ റിയൽ എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന പ്രൈമറി എൻട്രി ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇനി ഓൾ അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഓൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ജേണൽ എന്ന് പറയുമ്പം അതിൽ ദെയർ വിൽ ബി എ ക്രെഡിറ്റും ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഉണ്ടാവും ജേണൽ. ഇതാണ് ജേണലിലെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജേണലിലെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡേറ്റ് ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. ഇനി ഡേറ്റ് എന്ന് പറയുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഡേറ്റ് വരുന്നത്. ട്രാൻസാക്ഷൻസ് ഉള്ള സമയത്തെ ഡേറ്റ്, ട്രാൻസാക്ഷൻ എന്നാണ് നടക്കുന്നത് അന്നത്തെ ഡേറ്റ് ഇടും, എന്നിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. അത് ജേണൽ എൻട്രിയിലൂടെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, നറേഷൻ എഴുതുന്നത്. പിന്നെ ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചാൽ ലെഡ്ജറും ജേണലും കൂടി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അവിടെ ഇവിടെയും സെയിം ആയിട്ട് മാർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതും ഇതും കൂടി പെട്ടെന്ന്. അപ്പോൾ ശരിക്കും ഈ ലെഡ്ജർ ഫോളിയോസ് ഒക്കെ വരുന്നത് നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ, അതായത് ബുക്കിൽ എഴുതി ചെയ്യാൻ നേരത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി വരുന്ന ഡെബിറ്റും ക്രെഡിറ്റും. നിങ്ങൾക്കറിയാം ഡെബിറ്റ് എൻട്രിയും ക്രെഡിറ്റ് എൻട്രിയും എമൗണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും എൻട്രി, ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എൻട്രിയും ക്രെഡിറ്റ് എൻട്രിയും ടോട്ടൽ ചെയ്യാൻ നേരത്ത് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഓരോ ദിവസവും ഇങ്ങനെ എൻട്രി ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ എൻട്രി ചെയ്യുന്ന ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും ഓരോ അക്കൗണ്ടായിട്ട് മാറും. എന്നിട്ട് ഈ ഓരോ അക്കൗണ്ടാണ് നമ്മുടെ ലെഡ്ജറിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ലെഡ്ജറിലേക്ക് വരാം. ലെഡ്ജർ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നോൺ ആസ് പ്രിൻസിപ്പൽ ബുക്ക്. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ജേണലിൽ നിന്നാണ് ലെഡ്ജറിലേക്ക് ഇൻഫർമേഷൻസ് പാസ്സായി വരുന്നത്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ജേണലിൽ കൊടുക്കുന്നതാണ് ഇങ്ങനെ ലെഡ്ജറിലേക്ക് വരുന്നത്. ഓക്കെ, ബാലൻസിങ് ഫിഗർ. ജേണലിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടി ബാലൻസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന ഫിഗറാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്.
അടുത്ത ഇയറിലേക്ക്. അപ്പോൾ ലെഡ്ജർ എന്ന് വെച്ചാൽ ഒരു certain പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു മാസം ഇരിക്കാം, ഒരു മാസമാണ് ബേസിക്കലി. അപ്പോൾ ഒരു മാസത്തെ ഇതെടുത്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. അതിൻ്റെ ബാലൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസ് ലെഡ്ജറിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയാനായിട്ട്. അപ്പം ഇത് ശരിക്കും ഫോമാറ്റ് വരുമ്പം ഡീറ്റെയിൽസ് എമൗണ്ട്, ഡീറ്റെയിൽസ് എമൗണ്ട്, ഓക്കെ, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇനി ഇവിടെ വരുന്നത് ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ വരുന്നത് കഴിഞ്ഞ പീരീഡിൽ നിന്ന് ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അത് ഡെബിറ്റും ആകാം ക്രെഡിറ്റും ആകാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് 2ഉം ബൈയും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി ഏറ്റവും അവസാനം വരാൻ നേരത്ത് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് രണ്ട് പെർട്ടിക്കുലേഴ്സിലെ എമൗണ്ട് കോളം തമ്മിൽ ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇടും. എന്നിട്ട് ഈ ബാലൻസിങ് ഫിഗർ ആണ് പിന്നെ അടുത്ത ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇനി വരുന്ന ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഹാവിങ് ഓൾ ലെഡ്ജർ നെയിംസ് ആൻഡ് ബാലൻസസ് ഫ്രം ദ എൻട്രി ഫ്രം എ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ബുക്ക്. അതായത് ഒരു ഡബിൾ എൻട്രി അക്കൗണ്ട് ബുക്കിൽ നിന്ന് ഓൾ ലെഡ്ജറിൻ്റെ പേരും അതിൻ്റെ ബാലൻസും, നമ്മൾ ജേണലിൽ കൊടുക്കുന്ന ഓരോ ലെഡ്ജറില്ലേ അതിൻ്റെ ബാലൻസ് ജേണലിൽ നിന്ന് ഫ്ലോ ചെയ്തിട്ട് ലെഡ്ജറിലേക്ക് വരും. എന്നിട്ട് ആ ലെഡ്ജറിൽ വരുന്ന ബാലൻസ് ഇല്ലേ, ആ ബാലൻസാണ് ട്രയൽ ബാലൻസിലേക്ക് വരുന്നത്. അപ്പോൾ ജേണലിൽ കൊടുക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ലെഡ്ജറിലേക്ക് വരും. ലെഡ്ജറിൻ്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസിലേക്ക് വരുന്നത്. ട്രയൽ ബാലൻസ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡിഫക്ട്സ് അല്ലെങ്കിൽ എറർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ടും ഉണ്ട്, ക്രെഡിറ്റ് എമൗണ്ടും ഉണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യും. അത് ഇപ്പോൾ ഫോമാറ്റ് വരാൻ നേരത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഒരു ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ടോട്ടൽ എടുക്കാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റ്. ഇതിൽ ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് എന്ന് പറയുമ്പം ലെഡ്ജറിൻ്റെ നമ്പേഴ്സ്, പിന്നെ ലെഡ്ജേഴ്സ്, പിന്നെ റെഫറൻസ് നമ്പർ, പിന്നെ വരുന്നത് ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട്. അപ്പം എല്ലാ ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഈ ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് ബാലൻസിൻ്റെ സൈഡിലും വരും, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസിൻ്റെ സൈഡിൽ വരും. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കാൻ നേരത്ത് ക്രെഡിറ്റും ഡെബിറ്റും സെയിം ആയിരിക്കും. ഇനി സെയിം അല്ലെങ്കിൽ നമ്മൾ ലെഡ്ജറിലോ ജേണലിലോ പോസ്റ്റ് ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും. ഓക്കെ, ഇതാണ് ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, അതിപ്പോൾ 6 മാസമോ 1 കൊല്ലമോ 3 മാസമോ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ പീരീഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓൾ എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നത് എല്ലാ എക്സ്പെൻസ് അക്കൗണ്ടും എല്ലാ ഇൻകം അക്കൗണ്ടുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, all balances from trial balance shall be transferred to profit and loss account or balance sheet depending upon the nature of the transactions, nature of the accounts കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രയൽ ബാലൻസിൽ വരുന്ന ഫിഗേഴ്സ് നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം ബേസിക്കലി. ഓക്കെ, ഇൻകവും എക്സ്പെൻഡിച്ചറും, പിന്നെ വരുന്നത് അസറ്റ്സ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ വന്നിട്ട് ഈ ഡാറ്റാസ് സ്പ്ലിറ്റ് ആയിട്ട് വരും. ഒരെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കും പോകും, ഒരെണ്ണം ബാലൻസ് ഷീറ്റിലേക്കും പോകും. അപ്പോൾ ഇൻകവും എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരും, അസറ്റും ലയബിലിറ്റിയും ബാലൻസ് ഷീറ്റിലേക്ക് വരും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും വരാറുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയാൻ നേരത്ത്. അപ്പം ബേസിക്കലി ഈ ഫോമാറ്റ് എന്ന് വെച്ചാൽ ഒരു 2 years ബാക്ക് റിവൈസ് ചെയ്ത ഫോമാറ്റാണ്. അപ്പോൾ നമുക്ക് ഫോമാറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ടോട്ടൽ. ഇനി ആദ്യം തന്നെ വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് വെച്ചാൽ ആ ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള റവന്യൂ. ഇപ്പോൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണേന് ആ പ്രോഡക്റ്റ് വിൽക്കാൻ നേരത്തുള്ള കിട്ടുന്ന ആ സെയിലില്ലേ, ആ സെയിലിൻ്റെ ടോട്ടലായിരിക്കും. ഇനി സർവീസ് ആണെങ്കിൽ സർവീസ് നമ്മൾ റെൻഡർ ചെയ്തിട്ട് കിട്ടുന്നതാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ സെല്ല് ചെയ്യുന്ന ഇതിൻ്റെ എമൗണ്ടാണ് സെയിൽസ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ആ ഇപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. റവന്യൂ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ് കുറക്കാൻ നേരത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് വരും.
ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് വന്നിട്ട് അത് കുറക്കാൻ നേരത്താണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി ഈ നെറ്റ് പ്രോഫിറ്റിൽ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അതർ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഇല്ലേ, ഇപ്പോൾ പ്രോഡക്റ്റ് വിൽക്കൽ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഇൻകം അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫോമിലോ കിട്ടുന്ന ഇൻകം ഉണ്ട്. ഇപ്പോൾ ഒരു സ്ക്രാപ്പ് വിൽക്കലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു റിബേറ്റ് വരുന്നതോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കിട്ടുന്ന ഇൻകം എല്ലാം റെക്കോർഡ് ചെയ്യുന്ന അതർ ഇൻകം എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ അതുകൂടി കൂട്ടാൻ നേരത്താണ് ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. ഈ ടോട്ടൽ പ്രോഫിറ്റ് എമൗണ്ട് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ബാലൻസ് ഷീറ്റ് നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ഫിനാൻഷ്യൽ പൊസിഷനിൽ നോക്കാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും ഒരു ബിസിനസ് സൗണ്ട് ആണോ അല്ലേ. ബാലൻസ് ഷീറ്റിൽ വരുന്നത് എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ആണ് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ട്രയൽ ബാലൻസിൽ നിന്ന് 4 ആക്കാം, 4 ഒരെണ്ണം അതായത് അസറ്റ്സും ലയബിലിറ്റിയും ബാലൻസ് ഷീറ്റിലേക്ക് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്നത് ഇൻകം എക്സ്പെൻഡിച്ചർ. ഇനി അതല്ലാതെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഫൈനലി ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നത് ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, നോട്ട്സിൻ്റെ ഒരു കോളം ഉണ്ട്, പിന്നെ ഉള്ളത് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും. ഇതാണ് അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരു ലയബിലിറ്റി സൈഡും ഉണ്ടാവും, ഒരു അസറ്റ് സൈഡും ഉണ്ടാവും. ഇനി ലയബിലിറ്റി സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ നേരത്ത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഇനി ആ ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈക്വിറ്റി അല്ലെങ്കിൽ ഷെയർസിൻ്റെ അടിയിലായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അടിയിലായിരിക്കും ഈ റിസർവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്നത്. റിസർവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെയും പ്രോഫിറ്റ് ആണ് റിസർവ്സ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ലോൺസോ, ബാങ്കിൽ നിന്ന് എടുത്ത ലോൺസോ അല്ലെങ്കിൽ വേറെ പാർട്ടിയിൽ നിന്ന് എടുത്ത ലോൺസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ലയബിലിറ്റീസ് ആവും. പിന്നെ വരുന്നതാണ് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ അസറ്റ്സിൽ ടാഞ്ചിബിളും വരും, ഇൻടാഞ്ചിബിളും വരും. ടോട്ടൽ അസറ്റ് ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് ആയിട്ട് വരും. അപ്പോൾ ആദ്യം വരുന്നതാണ്. അപ്പോൾ ആദ്യം ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ, പിന്നെ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ, എന്നിട്ട് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലയബിലിറ്റീസിൻ്റെ ടോട്ടലും എല്ലാ അസറ്റ്സിൻ്റെ ടോട്ടലും ഈക്വൽ ആയിരിക്കും. ഇവിടെ കൊടുത്തേക്കുന്ന നോട്ട്സിൻ്റെ കാര്യമാണ്. ചില അക്കൗണ്ടിൻ്റെ നേരെ നമുക്ക് നോട്ട്സ് കാണാൻ പറ്റും. ഈ നോട്ട്സ് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ അകത്ത് കുറേ സ്പ്ലിറ്റ് ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് കൊടുത്തേക്കുന്നതിന് എല്ലാത്തിനും സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഉണ്ടാവും, ബൈബാക്ക് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഇനി റിസർവ്സിൻ്റെ നോട്ട്സ് ആണെങ്കിൽ കറണ്ട് ഇയർ പ്രോഫിറ്റ്, ഷെയർ പ്രീമിയം റിസർവ്സ് ഉണ്ട്, റിഡംഷൻ റിസർവ്സ് ഉണ്ട്, അങ്ങനെ പല റിസർവ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്തിട്ട് വരുന്നതാണ് ടോട്ടൽ റിസർവ്സ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ജേണൽ എൻട്രി, പിന്നെ വരുന്നത് ലെഡ്ജർ. ഇനി ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലേക്കും വരും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫൈനലി ചെയ്തിട്ട് വരുന്ന ബാലൻസും ബാലൻസ് ഷീറ്റിലേക്ക് വരും. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എൻട്രി ജേണൽ എൻട്രിയാണ്. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രി മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള ഔട്ട്പുട്ട് എല്ലാം വന്നോളൂ. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ ഫൈനലായിട്ട് എല്ലാം ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്തിട്ട് ഫൈനലായിട്ട് വരുമ്പം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരാൻ ചാൻസ് ഉണ്ട് ഫൈനലൈസ് ചെയ്യാൻ നേരത്ത്. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വന്നാലും അതും ജേണൽ എൻട്രിയിലൂടെ തന്നെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അക്കൗണ്ടിങ് സൈക്കിളിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.